നമസ്കാരം. എന്നെ വിളിക്കാത്തിടത്ത് ഞാൻ പോകണോ? അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന ആയിഷ പൊറ്റിയുടെ മറുപടിയിൽ എല്ലാമുണ്ട്. CPM-മായി കൂടുതൽ അകലാനാണ് ആയിഷ പൊറ്റിയുടെ തീരുമാനം. മുൻ MLA പാർട്ടിയുമായി ചേർത്ത് നിർത്താൻ അനുനയത്തിന് CPM-ഉമില്ല. പാർട്ടി പരിപാടികളിലും സർക്കാർ പരിപാടികളിലും നോട്ടീസിൽ പോലും തന്റെ പേര് വെക്കാറില്ലെന്നും വെറുതെ കേട്ടറിഞ്ഞ് പരിപാടികൾക്ക് പോകേണ്ട കാര്യമില്ലെന്നും ആയിഷ പൊറ്റി തുറന്നടിച്ചു. ആരാണ് തന്നെ ഒഴിവാക്കുന്നതിന് പിന്നിലെന്ന് പറയുന്നില്ലെന്നും ആയിഷ പൊറ്റി പ്രതികരിച്ചു. ഇതെല്ലാം CPM-ലെ പ്രമുഖരെ ലക്ഷ്യമിട്ടാണ് ആയിഷ പൊറ്റി പറയുന്നതെന്ന് വ്യക്തം. കോൺഗ്രസിൽ ചേരുന്ന കാര്യമോ കൊട്ടാരക്കരയിൽ മത്സരിക്കുന്ന കാര്യമോ ഇപ്പോൾ താൻ നിഷേധിക്കുന്നില്ല. ഇതിനൊപ്പം CPM-ന്റെ ഇപ്പോഴത്തെ പോക്കിനോട് യോജിക്കാനാകില്ലെന്നും ആയിഷ പൊറ്റി പറയുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ ആയിഷ പൊറ്റി എത്തും. കൊട്ടാരക്കരയുടെ മുൻ MLA-ക്ക് വീരോചിത സ്വീകരണം തന്നെ കോൺഗ്രസ് ഒരുക്കും. വെള്ളിയാഴ്ച കലൈപുരം ആശ്രയ സങ്കേതത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണമാണ് ആയിഷ പൊറ്റി നിർവഹിക്കുന്നത്. ചാണ്ടി ഉമ്മൻ MLA-യും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. CPM ജില്ലാ ഏരിയ കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആയിഷ പൊറ്റി 2 വർഷമായി പാർട്ടി പരിപാടികളിൽ നിന്നും പങ്കെടുക്കാറില്ല. പാർട്ടിയിൽ ഇപ്പോൾ ഒരു റോളുമില്ല. അത് വേണ്ടതാനുമെന്ന നിലപാടിലാണ് ആയിഷ പൊറ്റി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് CPM മുൻ MLA ആയിഷ പൊറ്റി ചോദിക്കുന്നു. ആ ചടങ്ങിലേക്ക് CPM, CPI ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രാദേശിക നേതാക്കളെയും വിളിച്ചിട്ടുണ്ട്. താൻ പങ്കെടുക്കുമ്പോൾ മാത്രം അധികാരമോഹം കൊണ്ടാണെന്ന മട്ടിൽ പ്രചാരണം. എല്ലാം മതിയാക്കി വക്കീൽ പണിക്ക് പോയ ആളാണ് താൻ. വിവാദമായ സ്ഥിതിക്ക് ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിന് ഞാൻ പോകും. അദ്ദേഹത്തെക്കുറിച്ച് നല്ല 2 വാക്ക് പറയുകയും ചെയ്യും. ഇതാണ് ആയിഷ പൊറ്റിയുടെ പ്രതികരണം. കോൺഗ്രസിലേക്ക് അടുക്കുന്നുവോ എന്ന ചോദ്യത്തിന് ആരും സമീപിക്കുകയോ ഞാൻ മിണ്ടുകയോ ചെയ്തിട്ടില്ലെന്നും അവർ പറയുന്നു. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം വന്നു കാണും. കോൺഗ്രസിൽ നിന്ന് P. സരിൻ CPM-ലേക്ക് പോയില്ലേ? പല പാർട്ടികളിലേക്കും അങ്ങനെ പലരും കൂറുമാറിയില്ലേ? ഓരോ പാർട്ടിയിലെയും അസംതൃപ്തരെ മറ്റു പാർട്ടിക്കാർ സമീപിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ വേറെയൊന്നും ആലോചിക്കുന്നില്ല. എന്നെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് പ്രമേയം പാസ്സാക്കിയെന്ന് കേട്ടു. ആർക്കും ആരെ വേണമെങ്കിലും സ്വാഗതം ചെയ്യാമല്ലോ. ഞാനിപ്പോൾ CPM-ൽ ഇല്ലല്ലോ. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വരെ എന്നെ ഒഴിവാക്കണമെന്ന് ഞാനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. ആ സമയത്ത് എനിക്ക് കാര്യമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പാർട്ടി കമ്മിറ്റികളിൽ മാത്രം പങ്കെടുത്തുകൊണ്ടിരുന്നാൽ ക്രിയാത്മകമായി മറ്റൊന്നും ചെയ്യാനാകില്ല. പാർട്ടിയിലില്ലാത്ത ഞാൻ പാർട്ടി പരിപാടികൾക്ക് പോകേണ്ട കാര്യവുമില്ല. ഇങ്ങനെയാണ് മനോരമയോട് ആയിഷ പൊറ്റി പ്രതികരിച്ചത്. MLA ആയിരുന്നപ്പോൾ അനുവദിച്ച വെളിയം കരീപ്ര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അറക്കടവ് പാലം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലേക്ക് പോലും ആയിഷ പൊറ്റിയെ ക്ഷണിച്ചിരുന്നില്ല. ഇതിനോട് അവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: പാലം ഉദ്ഘാടനം ചെയ്യുന്ന വിവരം മനോരമ വായിച്ചാണ് ഞാൻ അറിഞ്ഞത്. പാർട്ടിക്കാർ പോലും എന്നെ വിളിച്ചില്ല, വിളിക്കാറുമില്ല. ഞാൻ MLA ആയിരിക്കെ അനുവദിച്ച എത്രയോ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ഒരെണ്ണം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചു കാണും. എനിക്ക് ഇടമില്ലാത്തടത്ത് ഞാൻ പോകേണ്ട കാര്യവുമില്ല. എനിക്ക് എൻ്റേതായ വ്യക്തിത്വമുണ്ടെന്നും അവർ പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് ക്ഷണം വന്നാൽ എന്താകും മറുപടി എന്ന ചോദ്യത്തിന് ക്ഷണം വരേണ്ട കാര്യമില്ല, ഒരു പാർട്ടിയിലേക്കും ഇനി പോകേണ്ട കാര്യമുണ്ടെന്നും തോന്നുന്നില്ല, ഇനി കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കണം. ഇതായിരുന്നു ആയിഷ പൊറ്റിയുടെ പ്രതികരണം. CPM-മായി അകലം പാലിക്കുകയും സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്ത മുൻ MLA AP ആയിഷ പൊറ്റി കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്നത് വലിയ വാർത്തയ്ക്ക് വഴിവെച്ചിരുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിഷ പൊറ്റിയെ രംഗത്തിറക്കിയാണ് CPM R. ബാലകൃഷ്ണപിള്ളയിൽ നിന്ന് കൊട്ടാരക്കര മണ്ഡലം തിരിച്ചുപിടിച്ചത്. 2011-ലും 2016-ലും ആയിഷ പൊറ്റിയിലൂടെ CPM മണ്ഡലം നിലനിർത്തി. മണ്ഡലം പിടിച്ചെടുത്ത ആയിഷ പൊറ്റി 2 തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടത്. 2006-ൽ 12,087 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആയിഷ പൊറ്റി ബാലകൃഷ്ണപിള്ളയുടെ കുതിപ്പിന് തടയിട്ടത്. 2011-ൽ കേരള കോൺഗ്രസ് B-യിലെ ഡോക്ടർ N. മുരളിയെ 20,592 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 2016-ൽ 42,632 വോട്ടിന് കോൺഗ്രസിലെ സവിൻ സത്യനെ തോൽപ്പിച്ച ആയിഷ പൊറ്റി 3-ാം തവണയും നിയമസഭാംഗമായി.